നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ചങ്ങാടം സാധാരണയായി പുഴയുടെ അക്കരെ കടക്കാനോ അല്ലെങ്കിൽ കായലിൻ്റെ അക്കരെയുള്ള ദ്വീപ സമൂഹത്തിലേക്ക് പോകാനോ ഒരു കരയിൽ നിന്നും യാത്ര പുറപ്പെടാനാണ് ഈ ചങ്ങാടം ഉപയോഗിക്കുക. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ചങ്ങാടം ഉള്ളതായി എൻ്റെ അറിവിലില്ല. കേരളത്തിൽ മാത്രമേ അത് ഞാൻ കണ്ടിട്ടുള്ളൂ. ചങ്ങാടം എന്നത് മരക്കഷ്ണങ്ങൾ അടുക്കി വെച്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ പുഴയിലൂടെയോ അല്ലെങ്കിൽ കായലിലൂടെയോ നീക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ചങ്ങാടത്തിൽ സഞ്ചരിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായി. അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു. ചങ്ങാടം എറണാകുളത്ത് വലിയ ചങ്ങാടമുണ്ട്. അത് എറണാകുളം സിറ്റിയിൽ നിന്ന് ദൂരെയുള്ള കായലിനപ്പുറമുള്ള ദ്വീപ് സമൂഹത്തിലേക്ക് പോകുവാനുള്ളതാണ്. സാധാരണ യാത്രക്കാർ ബോട്ടിലാണ് പോവുക. യാത്രക്കാരോടൊപ്പമുള്ള വാഹനങ്ങൾ അങ്ങേ സൈഡിലേക്ക് കടത്തുവാനാണ് ചങ്ങാടം ഉപയോഗിക്കുക. യാത്രക്കാർക്കും കയറാം. യാത്രക്കാരോടൊപ്പം തന്നെ കാറ്, ബൈക്ക്, ബസ്, ലോറി, വാനുകൾ ഇങ്ങനെയുള്ള വാഹനങ്ങളും ഈ ചങ്ങാടത്തിൽ കയറും. ഈ ചങ്ങാടം ഇതെല്ലാം ആയിട്ടാണ് അങ്ങേ കരയിലേക്ക് യാത്ര പുറപ്പെടുക. ഞാൻ ചങ്ങാടത്തിൽ കയറിയത് ആലുവ പുഴ കടക്കാനാണ്. ആലുവ ക്ഷേത്രത്തിൽ പോയപ്പോൾ ദർശനം കഴിഞ്ഞ് ബസ് നോക്കി നിന്നപ്പോൾ അവിടെ നിന്ന ഒരു വാച്ച്മാൻ പറഞ്ഞു, തൊട്ടടുത്ത് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കടവുണ്ട്. കടവിൽ നിന്നും പുഴ കടന്ന് അക്കരെ ചെന്ന് നിന്നാൽ എളുപ്പം ബസ് കിട്ടും. ഇവിടെ നിന്നാൽ താമസം വരും. അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അയാൾ പറഞ്ഞ വഴിയിലൂടെ നടന്നു. കുറച്ച് ദൂരം നടന്നാൽ മതിയായിരുന്നു. ചെന്നപ്പോൾ തന്നെ പുഴയുടെ തീരത്തെത്തി. പുഴയുടെ തീരം കടവാണ്. അവിടെ നിന്ന് ചങ്ങാടം പോകാൻ റെഡിയായിട്ട് കിടപ്പും ഉണ്ടായിരുന്നു. കടത്ത് കടക്കുവാൻ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ചെറു വള്ളങ്ങളായിരുന്നു. ഒരു തുഴച്ചിൽക്കാരൻ ഉണ്ടാകും, തുഴഞ്ഞ് പോവുകയാണ് വള്ളത്തിൽ. അങ്ങനെയുള്ള വള്ളത്തിൽ ഒരു പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ട്. അതിൻ്റെ അനുഭവം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഇത് ഞാൻ ചങ്ങാടത്തിൽ കയറിയ അനുഭവമാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ചങ്ങാടം പുറപ്പെടാൻ തയ്യാറായി കിടക്കുകയായിരുന്നു. ചങ്ങാടങ്ങളും കടത്ത് വള്ളങ്ങളും കുറവ് ദൂരം മാത്രമേ പോകാറുള്ളൂ. എന്ന് വെച്ചാൽ ഒരു നദി കുറുകെ കടക്കാനോ അല്ലെങ്കിൽ കായലിൻ്റെ കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ച് ദ്വീപിൽ എത്താനോ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ ബോട്ട് യാത്ര ചെയ്യുന്നത് പോലെ കായൽ ചുറ്റിക്കറങ്ങി ഒക്കെ ബോട്ടിൽ പോകുവാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചങ്ങാടത്തിൽ കയറി. എൻ്റെ കൂടെ കുറേ അധികം ആൾക്കാർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് വാഹനങ്ങളും. കാറൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കുറേ ചെറിയ ചെറിയ വാഹനങ്ങൾ, ബൈക്കുകളും സ്കൂട്ടറുകളും മറ്റുമായി ഉണ്ടായിരുന്നു. 2 കടത്ത് വള്ളത്തിൻ്റെ മുകളിൽ തടിക്കഷ്ണങ്ങൾ അടുക്കി വെച്ച് വലിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാണ്. ഈ വള്ളം യാത്ര ചെയ്യുന്നത് മോട്ടോർ ഉപയോഗിച്ചാണ്, അല്ലാതെ തുഴയുക അല്ലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കയറിയപ്പോൾ ഈ ചങ്ങാടം മുന്നോട്ട് നീങ്ങി. എന്തൊരു അനുഭവമായിരുന്നു! ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് വിശദീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അനുഭവം. ഇതൊക്കെ നമ്മൾ ഇതുപോലെയുള്ള യാത്രകൾ പോകുമ്പോൾ വീണ് കിട്ടുന്ന സന്ദർഭങ്ങളാണ്. അങ്ങനെ പുഴയുടെ നടുവശത്തെത്തി. ആലുവ പുഴയാണ്. ആലുവ പുഴയുടെ വിശാലതയെപ്പറ്റി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പുഴയുടെ നടുഭാഗത്ത് ചങ്ങാടം എത്തിയപ്പോൾ
എന്താ ഒരു അനുഭവം! നമ്മൾ സാധാരണ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നത് പോലെയല്ല. ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുറിക്കകത്ത് ഇരിക്കുന്നത് പോലെ എല്ലാ വശങ്ങളും അടച്ചു കെട്ടി മുകൾ വശവും എല്ലാം അടവാണ്. നമ്മൾ ചെറിയ ജനാലയിൽ കൂടെ ആണ് പുറവശം കാണുക. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അവിടെ അടവ് ഒന്നുമില്ല. മേളിൽ ആകാശം, താഴെ ജലപ്പരപ്പ്. നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് 4 വശങ്ങളിലും കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഫെൻസിങ് പോലെ, വേലി പോലെ കെട്ടിയിരിക്കുകയാണ്. നമ്മൾ അതിൽ പിടിച്ചു നിൽക്കുക. ഒരു വലിയ പ്ലാറ്റ്ഫോം ആയതിനാൽ തന്നെ ആൾക്കൂട്ടമൊന്നുമില്ല. എന്തുമാത്രം ആൾക്കാർ കയറിയെങ്കിൽ തന്നെയും, വാഹനങ്ങളും കൂടെ കയറിയെങ്കിൽ തന്നെയും നമ്മൾക്ക് വിശാലമായി അവിടെ നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ നിന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചുറ്റിനും ജലപ്പരപ്പാണ്. അത് ജലപ്പരപ്പിൽ നിന്നിട്ട് നോക്കുന്ന ഒരു അനുഭവമാണ്. കാരണം ഈ പ്ലാറ്റ്ഫോം ജലപ്പരപ്പിലാണ് നിൽക്കുക. ഒരു കടത്ത് തോണിയെ അറിയാൻ പറ്റും. കടത്ത് തോണിക്ക് അധികം ഉയരമില്ലാത്തതാണ് കടത്ത് തോണി. അപ്പോൾ തോണിയിൽ നമ്മൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ തോണിയിൽ ഇരുന്നാലും ഇത് ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. നമ്മൾ കമ്പിയിൽ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ജലപ്പരപ്പിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുക. അങ്ങനെ ജലപ്പരപ്പിൽ നിന്ന് ഒരു അടവുമില്ലാതെ, വശങ്ങളിലും മുകളിലും ഒന്നും, മേൽക്കൂരയും വശങ്ങളിലും ഒന്നും ഇല്ലാതെ വിശാലമായി നമ്മൾ ജലപ്പരപ്പ് കണ്ട് അങ്ങനെ പോകുന്നു. അങ്ങനെ അടുത്ത വശത്ത് എത്തി. അത് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തും. കാരണം ഇത് അധികം ദൂരം യാത്ര ചെയ്യുന്ന സംവിധാനം അല്ല. എങ്കിലും അത് എനിക്ക് വളരെയേറെ അനുഭവം ഉണ്ടാക്കി തന്ന ഒരു സംഗതി ആയിരുന്നു. അതിൽ പിന്നീട് അവിടെ പാലം വന്നു. മേൽവശത്ത് പാലം കെട്ടുന്നത് കണ്ടു. അപ്പോൾ ആരോ പറഞ്ഞു, അടുത്ത വർഷം ഈ ചങ്ങാടം ഉണ്ടാവില്ല, പാലമാകും. അപ്പം പാലത്തിൽ കൂടെ വാഹനങ്ങൾ പോകും. അപ്പം ചങ്ങാടത്തിൻ്റെ സംവിധാനം നിർത്തിക്കളയും. എങ്കിലും ഞാൻ ഓർക്കുകയായിരുന്നു, ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ഒരു വിദേശ രാജ്യത്ത് ട്രെയിൻ കപ്പലിൽ കയറ്റി ഇതുപോലെ കടലിൻ്റെ വശം കയറി അങ്ങേ വശം ചെന്ന് വേറൊരു കരയിലേക്ക് പോകുന്നത്. ട്രെയിന് ഒരു കരയിലൂടെ വന്ന് അത് കഴിഞ്ഞിട്ട് വെള്ളം കടന്ന് കായലല്ല കടൽ കടന്നിട്ട് വേറൊരു കരയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ കപ്പലിൽ റെയിൽവേ പാളം ഉണ്ടാക്കിയിരിക്കുകയാണ്. ട്രെയിൻ ഓടിച്ച് വന്ന് കപ്പലിനകത്തേക്ക് കയറും. പിന്നെ കപ്പൽ പോകും. കപ്പൽ പോയിട്ട് അങ്ങേപ്പുറ കരയിൽ ചെല്ലും. അവിടെ റെയിൽവേ പാളമുണ്ട്. ഈ ട്രെയിൻ അവിടുന്ന് റെയിൽവേ പാളത്തിലൂടെ ഓടിച്ച് പോകും. അത് വിദേശ രാജ്യത്താണ്. ഞാൻ ഓർക്കുകയായിരുന്നു, വിദേശ രാജ്യത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. വലുതായിട്ട് കപ്പലും ട്രെയിനും ഒന്നും അല്ലെങ്കിൽ തന്നെയും, ചെറിയ ഒരു സംവിധാനമാണെങ്കിൽ തന്നെയും അതുപോലെ തന്നെയുള്ള സംവിധാനമാണല്ലോ നമ്മൾക്ക് കാണാനും അനുഭവിക്കാനും നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ഉള്ളത്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.